മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണിത്. ലൂക്കയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 13 മുതൽ 21 വരെ. ലൂക്ക സുവിശേഷകൻ മാത്രമാണ് ഈ വചനഭാഗത്തെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുള്ളൂ. മത്തായി, മാർക്കോസോ യോഹന്നാനോ ഒന്നും ഇതിനെ കുറിച്ചിട്ട് പറയുന്നില്ല. ഇവിടെ ദൈവത്തെ നിങ്ങൾ ഭയപ്പെടണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് യേശു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യഹൂദനെ എഴുന്നേറ്റ് ഭൗതിക സമ്പത്ത് ഭാഗം വയ്ക്കുവാനുള്ള പ്രശ്നം അവതരിപ്പിക്കുന്നത്. അപ്പൊ യേശു തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഹേ മനുഷ്യ, ഞാനാരോ? നിങ്ങളുടെ ന്യായാധിപനോ അതോ സ്വത്ത് ഭാഗിക്കുന്നവനോ എന്നുള്ളത്. യഹൂദ പാരമ്പര്യമനുസരിച്ച് സ്വത്ത് ഭാഗിക്കാനും പ്രതിസന്ധി ഉണ്ടാകുമ്പോഴൊക്കെ അവിടുത്തെ റബിമാരെ ആശ്രയിക്കല് പതിവാണ്. ഒത്തുതീർപ്പിനായിട്ട് വിളിക്കല് പതിവാണ്. പണ്ട് കാലത്ത് സ്വത്ത് ഭാഗം വയ്ക്കുമ്പോഴൊക്കെ ചിലപ്പോൾ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വികാരിച്ചന്മാരെ അല്ലെങ്കിൽ ബന്ധത്തിൽപ്പെട്ട അച്ഛന്മാരെയൊക്കെ വിളിക്കാറുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ ഇവിടെ ധന്യൻ അഗസ്റ്റിൻ ജോണോക്കനച്ഛൻ ഓരോ വ്യവഹാരം വരുമ്പോഴും കോടതിയിൽ പോവാതെ അത് തീർപ്പുകാരനായിട്ട് ധന്യൻ അഗസ്റ്റിൻ ജോണോക്കനച്ഛൻ അടുത്തേക്ക് ഒത്തിരി പേര് കടന്നു വരാറുണ്ട്, നീതി നടപ്പിലാക്കാനായിട്ട്. അങ്ങനെ ഒരു യഹൂദ പാരമ്പര്യം അതിനകത്തുണ്ട്. ഈ ചോദിച്ചവന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് പ്രതിസ്വത്ത് നമുക്കറിയാം. അത് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ആ പാരമ്പര്യമാണെങ്കിൽ പ്രശ്നപ്പെട്ടു, കുറെ പേർക്ക് സന്തോഷമായേനെ. യഹൂദ പാരമ്പര്യം അനുസരിച്ച് മൂത്ത പുത്രനാണ്, കടിഞ്ഞൂലിനാണ് എല്ലാത്തിനും അവകാശം. കടിഞ്ഞൂലുകാർക്കാണ് എല്ലാത്തിനും അവകാശം. അത് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് താഴെയുള്ളവർക്ക് കിട്ടുള്ളൂ. കടിഞ്ഞൂൽ പുത്രനാണ് സ്വത്തിന്റെ 2/3 ഭാഗം കടിഞ്ഞൂൽ പുത്രന്മാർക്കാണ്. ആണ് യഹൂദ പാരമ്പര്യം. പഴയ നിയമത്തിലെ ആ പാരമ്പര്യം നിയമാവർത്തന പുസ്തകത്തില് എനിക്ക് തോന്നുന്നു നിയമാവർത്തന പുസ്തകങ്ങൾ 21:17 നിയമാവർത്തന പുസ്തകം 27:8 അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഈ ചോദിച്ചവൻ എന്തായാലും ഉറപ്പാണ് കടിഞ്ഞൂൽ പുത്രനായിരിക്കും. അവന് ആ സ്വത്തിന്റെ 2/3 ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ ചോദിച്ചുകൊണ്ടിരിക്കണേ. അത് അവകാശമാണ്. അതുകൊണ്ടാണ് ഈശോ ധൂർത്തപുത്രന്റെ ഉപമയില് ആ ധൂർത്തപുത്രൻ സ്വത്ത് ചോദിച്ചപ്പോൾ പിതാവ് സ്വത്ത് കൊടുത്ത് അവസാനിപ്പിക്കുന്നവനെല്ലാം ഭാഗം അവസാനിപ്പിച്ചു. നമ്മൾ പറയില്ലേ ഈ ഒഴിമുറി വെക്കുക എന്നുള്ളത്, കേട്ടിട്ടുണ്ടാ? സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ അവകാശമൊക്കെ വാങ്ങിച്ചു വെച്ചു എന്ന് പറഞ്ഞ് ഒരു ഒഴിമുറി വാങ്ങിച്ചു വെക്കും, നാളെ പ്രശ്നമില്ലാണ്ടിരിക്കാനായിട്ട്. എന്നാലിപ്പോൾ കാര്യത്തിലൊക്കെ കേസ് കൊടുത്ത വീണ്ടും പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പൊ ഈ സ്വത്ത് ഭാഗിക്കാനായിട്ട് ഉള്ള കാര്യമാണ് ഈശോ ഇവിടെ ദൈവത്തെ നിങ്ങൾ ഭയപ്പെടണം, സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ എഴുതിട്ട് പറയാണ്, ഈ ധനമോഹം കൂടുതൽ വന്നതുകൊണ്ടാണ് അവൻ ആ കാര്യം പ്രത്യേകമായിട്ടും എടുത്തു പറഞ്ഞത്. പ്രിയമുള്ളവരെ, അന്ന് കാലത്തും ഈ പ്രശ്നമുണ്ട്, ഇന്നും ഈ പ്രശ്നമുണ്ട്. അവിടെ ഈശോ പറയാണ്, ധനമോഹമാണ് സഹോദരങ്ങൾ തമ്മിൽ തർക്കത്തിലേക്ക് കൊണ്ടുവരും. ഒത്തിരി സ്ഥലത്താണെന്നറിയോ, ഒരു ലിങ്ക്സ് സ്ഥലത്തിന് വേണ്ടിയിട്ട് സഹോദരൻ തമ്മിൽ ഇപ്പോൾ കേസ് മഴക്കാം. വക്കീലിന് കൊടുത്ത് അയാൾ കൂടുതൽ കാശ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ താന്നു കൊടുക്കാനായിട്ട് വിട്ടുവീഴ്ചയ്ക്ക് ഒരു മാർക്കുമില്ല. ഒരു 2 വർഷം മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ ഈ സ്ഥലമൊന്നും പറയില്ല, സ്ഥലം പറഞ്ഞെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ അടുത്തൊരു പ്രദേശം തന്നെയാണ്. വിളിച്ചത് താഴെയുള്ള മകൻ്റെ ഭാര്യയാണ്.
അവരുടെ പ്രശ്നം ഇതാണ്. അച്ഛാ, അപ്പന്റെ സംസ്കാര കർമ്മങ്ങൾ 41 നടത്താനുള്ള പൈസ അപ്പൻ മൂത്ത പുത്രന്റെ പേരില് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂത്ത സഹോദരന്മാര് പറഞ്ഞു, താഴെ മോന്റെ അടുത്ത് നീ വേണ്ട കർമ്മ, താഴെ മോനെ വീട്ടിൽ കിടന്ന അപ്പം മരിച്ചത്, അപ്പൊ അതുകൊണ്ട് നീ വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തോ, പൈസ പേട് തരാന്ന് പറഞ്ഞു. അപ്പൊ ഈ താഴെ മകൻ എന്ത് വിചാരിച്ചു? ജ്യേഷ്ഠൻ പറഞ്ഞതല്ലേ, അവൻ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് 41 അവരെല്ലാം ഭംഗിയായിട്ട് സദ്യക്ക് നടത്തി ആഘോഷമായി നടത്തി എല്ലാം റെഡിയാക്കി. അത് കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ പറയാണ്, എൻ്റെ അപ്പം മാത്രമല്ലോ നിന്റെ കൂടി അപ്പനല്ലേ, അതുകൊണ്ട് നീ ഇതില്ല എന്ന് വിചാരിച്ചോളാൻ. നീ ഇത് ചോദിക്കുകയാണെങ്കിൽ ഇനി മുതലേ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാന്ന്. അച്ഛൻ ഇതിനൊരു മറുപടി അച്ഛൻ എന്താ പറയണേ? ഈ ചേട്ടനാണെങ്കിൽ ഒരു അത്യാവശ്യം സമ്പത്തുള്ള കുടുംബമാണ്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു, അച്ഛൻ്റെ 3.5 ലക്ഷത്തോളം ചെലവായിട്ടുണ്ട്. അപ്പൻ 6-7 ലക്ഷം ഡെപ്പോസിറ്റ് വെച്ചിട്ട് മുൻകൂട്ടിയിട്ട് തന്നെ കണ്ടിട്ട് തന്നെ കർമ്മങ്ങൾ നടത്താൻ കല്ലറ വാങ്ങിച്ചിട്ടുണ്ട്, അത് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്താ പറയണ്ടേ? കേസ് കൊടുക്കാൻ പറഞ്ഞാൽ മതിയാ? ഞാൻ പറഞ്ഞു, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള മറുപടിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. അപ്പൻ നിങ്ങൾക്ക് എത്ര സ്വത്ത് തന്നിട്ടുണ്ട്? അച്ഛൻ കുറെ തന്നിട്ടുണ്ട്, കുറെ സ്ഥലമുണ്ട് ഞങ്ങൾക്ക്, പൂർവികമായിട്ട് ഒത്തിരി സ്ഥലമുള്ളവരാ. പാടവും 2-3 ഏക്കർ പാടവും പറമ്പൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അപ്പൻ്റെ ഈ കർമ്മം നടത്തിയ പേരിൽ ചേട്ടനോട് തല്ല് പിടിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ? എന്നാലും അച്ഛ, ചേട്ടനെ പറ്റിക്കല്ല ചെയ്ത്, എനിക്ക് അവകാശപ്പെട്ടതല്ലേ, സാരില്ല. കർത്താവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്പന് വേണ്ടിയിട്ട് ഒരു ത്യാഗമായിട്ട് എടുത്തു കഴിഞ്ഞാലേ ദൈവത്തിന്റെ സന്നിധിയില് അതിന് വിലയുണ്ടാവും എന്ന് പറഞ്ഞു. വിലയുണ്ടാവോ? ഈ ചേച്ചിക്കാണ് കൂടുതൽ പ്രശ്നം കേട്ടാ. ചേച്ചിമാർക്ക് പ്രശ്നം, താഴെ മോൾക്ക് മരുമോൾക്കാണ് പ്രശ്നം. ശരി, ചേട്ടന് കുഴപ്പമില്ല, ചേട്ടന് അങ്ങനെ വിഷമമില്ല. എൻ്റെ മൂത്ത ചേട്ടൻ അങ്ങനെ ചെയ്തോളൂന്ന് വിഷമം മാത്രമേ ഉള്ളൂ, കാശ് പോയാലും പ്രശ്നമൊന്നുമില്ല ആൾക്കില്ല. അപ്പൊ ചേച്ചി പറഞ്ഞു, അച്ഛൻ പറഞ്ഞതല്ലേ, നമ്മൾ അച്ഛൻ പറഞ്ഞത് കേൾക്കണ്ട, നിങ്ങൾ നല്ല മനസ്സോടെ സ്വീകരിച്ചാലാണ് നിങ്ങൾക്ക് കൃപയായിട്ടത് മാറുള്ളൂ. നിങ്ങൾക്കത് കൃപയായിട്ട് മാറുള്ളൂ. കൃപയാവോ? പൈസ കിട്ടോ? പൈസ കിട്ടി. എങ്ങനെയാന്ന് ചോദിച്ചാല്, ഈ അപ്പച്ചൻ നല്ല മനുഷ്യനാ. പണ്ട് കാലത്ത് ആർക്കോ ഈ കോയമ്പത്തൂർ ഭാഗത്ത് ബിസിനസ് സമയത്ത് ഒരു 5 ലക്ഷം ഈ ഒരു അപ്പച്ചൻ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. നിനക്ക് ഉണ്ടാവുമ്പോ തന്നാ മതി എന്ന് പറഞ്ഞിട്ട് സഹായിച്ചിട്ടുണ്ട്. നല്ലൊരു അപ്പച്ചനാ. അവര് വന്നിട്ട് താഴെ മകന്റെ കയ്യിൽ, തറവാട്ടിലാണ് താഴെ മകൻ താമസിക്കുന്നത്, താഴെ മകന്റെ കയ്യിൽ 5 ലക്ഷം പകരമായി, അത് പണ്ട് 10-20 വർഷം മുമ്പാണ് കൊടുത്ത കാര്യമാണ്. അവരെൻ്റെ പ്രത്യുപകാരമായിട്ട് ഈ അപ്പച്ചൻ മരിച്ചത് അന്ന് വരാൻ പറ്റിയില്ല, അത് കഴിഞ്ഞ് 40 കഴിഞ്ഞപ്പോൾ അവർ അറിഞ്ഞത്, അതിൻ്റെ പ്രത്യുപകാരമായിട്ട് അവർ 10 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ട് കൊടുത്തു. ഇത് കിട്ടില്ല, ആർക്കും അറിയില്ല, മക്കൾക്ക് ആർക്കും അറിയില്ലാത്ത കേസാ. നമ്മളൊരു സ്ഥലത്ത് താന്നു കൊടുത്ത ധനത്തിന്റെ പിന്നാലെ പോകാതെ ആ ധനമോഹമില്ലാതെ വിട്ടുകൊടുത്തു കഴിഞ്ഞാലേ ദൈവം അപ്പുറത്ത് അതിന്റെ 10 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരും. നേരെ മറിച്ച് ചേട്ടനായിട്ട് വഴക്ക് കൂടിയാലേ ഇപ്പോഴും ആ വഴക്ക് തീരില്ല. ചേട്ടൻ നമ്മൾ വഴക്കൂല എന്ന് നമുക്ക് കിട്ടേണ്ടത് ദൈവം കൊണ്ടുതരും ചെയ്യും. ഈശോട് പറയാണ്, ഒരു ഉപമ പറയാണ്,
ഈ യഹൂദ പാരമ്പര്യം അനുസരിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിന്മയാണ് ധനമോഹം. നമ്മൾ നോക്കിയാലറിയാം, എല്ലാ പാപങ്ങളുടെ പിന്നിലെ ഈ ധനമോഹം തന്നെയാണ്. ഒന്നാം പ്രമാണ ലംഘനം വരുന്നെങ്ങനെയാ? ധനമോഹം. അന്യദേവങ്ങളെ ആരാധിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാ? പൈസ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പൂജയ്ക്ക് പോകുന്നു പൈസ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, സുഖസ്ഥലം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കാതെ വരുന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ നാമം പൂജിക്കപ്പെടാണ്ടാകുമ്പോൾ നമ്മള് ദൈവത്തിന്റെ നാമം വ്യർത്ഥമായി ഉപയോഗിക്കുമ്പോൾ ഒക്കെ വരുന്നത് ധനമോഹമാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ട സന്ദർഭം പറയും. ഇന്ന് പല സ്ഥലത്തും ഈ പൈസ, മക്കൾക്ക് പൈസ വന്ന് കൂടുമ്പോൾ പിന്നെ മാതാപിതാക്കളുടെ ബഹുമാനം കുറയുന്നുണ്ട്. കൊലപാതകം, കളവ്, മോഷണം, ഇതൊക്കെ എല്ലാതും ധനമോഹത്തിന്റെ പിന്നാലെ വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഭോഷനായ ധനികൻ, ഈശോ വിളിക്കുന്ന പേരാണ് ഭോഷനായ ധനികൻ. കർത്താവ് വീണ്ടും പറയുന്നുണ്ട്, ധനവാൻ സ്വർഗത്തിൽ പ്രവേശിച്ചതിനേക്കാൾ നല്ലത് ഒട്ടകം. സൂചികുഴ എന്താണെന്നറിയോ? എന്താണ് സൂചികുഴ? സൂചിക്കുഴ എന്ന് വെച്ചാല് നമ്മുടെ സൂചിയുടെ കുഴയല്ല. നമ്മള് ഇങ്ങനെ ഒരു വാതിലുണ്ടാവും, വാതിലിന് ചെറിയൊരു ആർച്ച് പോലെ, ശരിക്കും ഒരു 5 അടി ഹൈറ്റ് ഉണ്ടാവുള്ളൂ, ഇങ്ങനെ ഒരു ആർച്ച് പോലെ. സൂചിയുടെ കുഴ പോലെ ഇങ്ങനെ ഒരു ആർച്ച്. നമ്മുടെ ഇസ്രായേൽ, ഹോളി ലാൻഡൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റുന്നത് സൂചിക്കുഴ എന്താന്നുള്ളത്. അതിലൂടെ മനുഷ്യന് മാത്രമേ കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മൃഗങ്ങൾ കടക്കാതിരിക്കാനായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള. അവിടെ കൂടുതലും പട്ടിയും പൂച്ചയൊന്നും ഉണ്ടാവില്ല, ഒട്ടകമാണ് കൂടുതൽ. അപ്പോൾ ഒട്ടകം ഇങ്ങ് പ്രവേശിക്കാതിരിക്കാനായിട്ട് സിനഗോഗുകളിലൊക്കെ കാണും ഒരു സൂചിക്കുഴ പോലെ, ചെറിയൊരു പൊത്ത് പോലെ. ചിലത് 3 അടി ഉള്ളതുണ്ട്, 4 അടി. നമ്മളിങ്ങനെ ജസ്റ്റ് നമുക്ക് കടന്നു പോകാൻ പറ്റും. ഒട്ടകത്തിന് കടക്കാൻ പറ്റില്ല. എന്താ കാരണം എന്നറിയോ? ഒട്ടകത്തിന്റെ പുറത്ത് വലിയൊരു മുഴയുണ്ടാവും. അപ്പോൾ ഒട്ടകം എത്ര കുനിഞ്ഞു പോയാലും ആ മുഴ തട്ടും. ആണ് കർത്താവ് ആ ഉപമ പറഞ്ഞത്. പെട്ടെന്ന് അവിടുത്തെ കാര്യമാണ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കർത്താവ് പറഞ്ഞത്, ധനവാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നല്ലത് ഒട്ടകം സൂചിയിൽ കിടക്കാന്ന്. അപ്പൊ ഒട്ടകം എന്തായാലും അതിനോട് കിടക്കില്ലെന്ന് ഉറപ്പാ. അപ്പൊ ധനവാൻ സ്വർഗ്ഗത്തിൽ പോണേക്കാളും എളുപ്പമാണ് സൂചിയിലൂടെ ഒട്ടകം കിടക്കുന്നുള്ളത്. അപ്പൊ ധനവാനാണ് എല്ലാ പാപങ്ങൾക്കും മൂലമായിട്ടുള്ള കാരണം. നമ്മൾ നോക്കിക്കോ, നമുക്ക് നമ്മളെ ഒത്തിരി സ്നേഹത്തിൽ വളർന്ന സഹോദരന്മാരാണ്. ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ അപ്പൻ എൻ്റെ ചേട്ടന് അല്ലെങ്കിൽ അനിയന് സ്വത്ത് കൂടുതൽ കൊടുത്തു കഴിഞ്ഞു, പിന്നെ അടിയായി, തല്ലായി, വഴക്കായി, പിന്നെ മിണ്ടാറില്ല. ഞാൻ കഴിഞ്ഞ ദിവസം 90 വയസ്സായിട്ടുണ്ട്. ഞാൻ ആ സ്ഥലം പറയണില്ല വീണ്ടും. അമ്മാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. അമ്മാമ്മ കഷ്ടമുണ്ട് കാണുമ്പോൾ, നീര് വന്ന് വീർത്ത് മുട്ടി. ഈ അമ്മാമ്മയ്ക്ക് മിണ്ടാൻ പറ്റണില്ല, ചെവി കേൾക്കാം, എല്ലാം മനസ്സിലാവുന്നുണ്ട്, മരിക്കുന്നില്ല. അമ്മയ്ക്ക് മരിക്കാൻ ഭയങ്കര തടസ്സം. ഇടയ്ക്ക് സോഡിയം കുറയും, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. പക്ഷേ അമ്മാമ്മയ്ക്ക് എല്ലാം പക്ഷെ വാ തുറക്കാൻ പറ്റണില്ല. കാരണം എന്ന് പറഞ്ഞാൽ മസിൽസൊക്കെ വീക്കായി, സ്റ്റിഫായി എന്നാ പറഞ്ഞത്. അങ്ങനെ കിടക്കുകയാണ്. എന്നാൽ അമ്മാമ്മയ്ക്ക് എല്ലാം ചെവി കേൾക്കുന്നുണ്ട്, നല്ല ഓർമ്മയുണ്ട് പറയുന്നതൊക്കെ. ദേഹം മുഴുവനും നീര് വന്ന് വീർത്ത് മുട്ടി കിടക്കാം. ഭയങ്കര അവസ്ഥയാ. നമ്മൾ എന്ത് പറയാ, ഈ കോഴീനൊക്കെ കൊല്ലാൻ മുമ്പ് വെള്ളം കൊടുക്കില്ലേ? അപ്പോൾ കോഴിയും അല്ലെങ്കിൽ പൂച്ചയൊക്കെ ഇരുന്ന് ഓട്ടമുണ്ട് മരിക്കണ അവസാന സമയത്ത്. അതുപോലെ ഈ അമ്മാമ്മ ദയനീയമായിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അമ്മാമ്മയ്ക്ക് ഒന്നും മിണ്ടാനും പറ്റണില്ല. ഞാൻ അമ്മാമ്മയെ പേടിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവിന് പറഞ്ഞത്,
രണ്ടാമത്തെയും മൂന്നാമത്തെയും സഹോദരന്മാർ തമ്മിൽ മിണ്ടിയിട്ട് 9 വർഷമായി. ചേട്ടനെയും കൂടി ഒരുമിച്ച് ബിസിനസ് തുടങ്ങിയതാ. ബിസിനസ് അങ്ങോട്ട് പച്ച പിടിച്ച് വലുതായി, ഭയങ്കര സമ്പത്തായി. പക്ഷേ ഇപ്പോൾ ചേട്ടന്മാർ തമ്മിൽ മിണ്ടൂല, കേസായി. ബിസിനസ് ഇപ്പോൾ തവിടുപൊടി കണ്ടിരിക്കുക. കാരണം തമ്മിൽ തല്ലു വന്നപ്പോൾ ജോലിക്കാർ അതനുസരിച്ച് മുതലെടുത്തു. അവർ പരമാവധി മുക്കി കൊണ്ടുപോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമ്മ മരിച്ചു. ഞാൻ 2 ആഴ്ച മുമ്പ് പോയി. 3 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു അമ്മ. അമ്മ ദയനീയമായിട്ട് നോക്കുന്ന അവസ്ഥ എനിക്കെന്നെ സങ്കടം തോന്നി. ഞാനതിൽ ഒരു മകൻ എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ കാല് പിടിക്കാം, നിങ്ങൾ കാരണം നിങ്ങളുടെ അമ്മ കഷ്ടപ്പാട് കഴിക്കുക, സഹിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ ചേട്ടൻ പറയുന്നിടത്ത്, അച്ഛാ ഞാൻ മാത്രം സഹിച്ചാൽ മതിയാ, അവനും ക്ഷമിക്കണ്ടേ? ആരെങ്കിലും ഒരാൾ താഴ്ന്നു നിൽക്കണ്ടേ? അവൻ താഴണമെങ്കിൽ ഞാൻ താഴാം, ഇവൻ താഴെങ്കിൽ ഞാൻ ഒക്കെ ഡിമാൻഡ് വെക്കുക. ഞാൻ പറഞ്ഞു, ചേട്ടാ ഡിമാൻഡ് വെച്ചിട്ട് അപ്പോൾ എല്ലാവരും എന്നെ പറയും ഞാനല്ലേ താഴ്ന്നത്. താഴെ മോനാ, രണ്ടാമത്തെ അവിടെ ഇല്ല. താഴെ മോനുണ്ട്, മൂത്ത മോനുണ്ട്. എല്ലാവരും താഴെ വെച്ചിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടനോട് പറയുന്നതിന് കാരണമുണ്ട്. നമുക്ക് ഫ്രീഡം ഉള്ള സ്ഥലത്തല്ലേ പറയാൻ പറ്റുള്ളൂ, കേൾക്കുന്നുള്ളതല്ലേ. ചേട്ടൻ പോയിട്ട് ഒന്ന് അത് പറയുകയാണെങ്കിൽ ചേട്ടൻ പറയും, ഞാൻ പറയാം, പക്ഷേ അവൻ എവിടെയൊക്കെ എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ പോയി അങ്ങനെയെല്ലാം തിരിച്ചു പറയണത്. അവിടെ എന്തൊരു താഴില്ല. ഞാൻ പോയി ക്ഷമ ചോദിക്കാം, പക്ഷേ അവൻ എവിടെയൊക്കെ എന്നെ ചേട്ടൻ എവിടെയൊക്കെ പോയിട്ട് എന്നെ കുറ്റം പറഞ്ഞുണ്ടോ അവിടെയൊക്കെ പോയിട്ട് പറയണം, ഞാനാ കുറ്റക്കാരന്, അവനല്ല ചേട്ടനാ അല്ല ഞാൻ എൻ്റെ അനിയൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. അതവൻ സമ്മതിക്കുമോ? അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ എന്നെ അമ്മേനെ നിങ്ങൾ മിക്കവാറും ശുദ്ധസ്ഥലത്തിലേക്ക് എത്തിക്കും, നിങ്ങൾ കാരണം. പക്ഷെ താഴെ മനം ഒന്നുകൂടിയും താന്നു. ക്ഷമ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചി മരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് കർത്താവ് വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുക, ഈ ധനമോഹം ധനമൊക്കെ ഇവിടെ കാര്യമുള്ളൂ. നമ്മൾ ഈ ശരീരത്തിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യം ചെയ്തുകൊണ്ടിരിക്കണേ. നല്ല വസ്ത്രം, ബ്യൂട്ടി പാർലറിൽ പോകണു, മേക്കപ്പ്, ഒരു കാര്യമില്ല. നമ്മൾ ആത്മാവിനെ, ഇവിടുത്തെ അനേകം പറയുന്നുണ്ട്, ആത്മാവെ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിച്ചു വെച്ചിരുന്നു, വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക. ആത്മാവിന് സന്തോഷം ഉണ്ടാവോ? ഇല്ല. ഈശോ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ധനികനായ യുവാവ് ഈശോയെ അനുഗമിക്കാൻ വന്നപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്, എനിക്കൊരു കുറവുണ്ട്. എന്താ കുറവ്? വിറ്റ് ധരിക്ക് കൊടുക്കാന്ന്. അതുകൊണ്ട് ഞാൻ അനുഗമിച്ചോ, നീ ഓക്കെയാണ്. നമുക്ക് സമ്പത്ത് തരുമ്പോൾ അത് നമുക്ക് ദൈവം തരുന്നത് നമ്മളൊരു ഉപകാരനാ, മറ്റവർക്ക് കൊടുക്കാൻ വേണ്ടി കൂടിയാ, നമുക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, മറ്റവർക്ക് ദാനം കൊടുക്കാൻ കൂടിയാ നമ്മളെ ഏൽപ്പിക്കുന്നതാ. ഇത് നമ്മുടെ സ്വന്തം ഒന്നുമല്ല, നമുക്ക് കൊണ്ടുപോകാനും പറ്റൂല. അത് ഇതുകൂടിച്ച് ആഹ്ലാദിക്കാൻ മാത്രമല്ല, നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ദശാംശം പോലെ കൊടുക്കാനായിട്ട് നമുക്ക് കടമയുണ്ട്. അതുപോലെ തന്നെ സക്കേവൂസ് എന്താ പറഞ്ഞേ, എൻ്റെ സ്വത്തിന്റെ പകുതി വിറ്റിട്ട് ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യാന്ന്. അപ്പൊ ഈശോ എല്ലായിടത്തും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ധനമോഹത്തിലെ ഈ ഭൗതികമായ സമ്പത്തിലെ ആശ്രയം വെച്ചിട്ടല്ല വേണ്ടത്, ആത്മാവിലെ. പറയുകയാണ്, ദൈവസന്നിധിയിൽ സമ്പന്നാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചിട്ട് കാര്യമില്ല. ദൈവസന്നിധി സമ്പത്ത് എന്ന് പറയുന്നത് ആത്മാവിന്റെ സമ്പത്തുണ്ടാക്കല. ആ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം, സ്വർഗത്തിലെ നിക്ഷേപം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. നമ്മള് ശവടപ്പ് സമയത്ത് പാടുന്ന പോലെ, മരണം വരും നാളെ ഓർക്കുക മർത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും. അപ്പൊ അവിടെ സൽകൃത്യങ്ങൾ ചെയ്യാനായിട്ട്, നന്മ ചെയ്യാനായിട്ട്, പുണ്യങ്ങൾ ചെയ്യാനായിട്ട്
നമുക്ക് ലഭിക്കുന്ന സമ്പത്ത്, അതിൻ്റെ ഓഹരി പാവങ്ങൾക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളൊക്കെ ഒരു അനുഗ്രഹം, അഭിഷേകമായി മാറ്റിയിട്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി സ്വർഗം പ്രാപിക്കാനായിട്ടുള്ള ആഹ്വാനമാണ് യേശുനാഥൻ ഈ ഭാഗത്ത് തരുന്നത്. അവസാനമായിട്ട് യേശുനാഥൻ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഭോഷണ ധനികന്റെ ബൊമ്മ പറയുമ്പോൾ കർത്താവ് അതിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഇതാണ്. ഒന്ന്, ധനഭോഗത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. പൈസ വേണ്ടാന്നല്ല, ധനമോഹം, അത്യാഗ്രഹം, അത്യാർത്തി, ധനത്തെ കുറിച്ചിട്ടുള്ള. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ച് നോക്കേണ്ട, അംബാനിക്ക് 15,000 കോടി ആസ്തിയുണ്ട്, എന്നിട്ട് അംബാനി മതി എന്ന് പറയണ്ട. ആരെങ്കിലും പൈസ കിട്ടി മതി എന്ന് പറയണ്ട, ഇല്ല. പൈസ കിട്ടും തോറും എന്ത് വരും അറിയോ നമുക്ക്? ചെലവും കൂടും. ഇപ്പൊ മേരേജിക്ക് 10 കോടി രൂപയുടെ ലോട്ടറി ഇട്ട് വെക്കാം. മേരേജ് നടന്നു പോയി 10 കോടി ഒരു ഉപകാരമില്ല. ഈ നടന്നു വരുന്ന മേരേജ് ബെൻസ് കാറിലായിരിക്കും പിന്നെ വരാം. ആളൊക്കെ മാറി, ഈ വെള്ളമുടിയൊക്കെ മാറ്റി അല്ല യൂറോപ്യൻ സ്റ്റൈലിൽ ചെമ്പിച്ച്, അപ്പൊ അതിന് കാശ് ചെലവ് കൂടി. അപ്പൊ നമുക്ക്, എനിക്കറിയാം ഒരു ഫാമിലിയിൽ ലോട്ടറി അടിച്ചതാ. ഇന്ന് അവര് കടം കയറി പൊടിഞ്ഞു പാളിച്ചായി. 2 കോടിയോളം ലോട്ടറി അടിച്ചതാ. ഈ പേഴ്സിൽ 10-30 ലക്ഷം കടയുണ്ട് അവർക്ക് 5 വർഷത്തിനുള്ളിൽ. ലോട്ടറി അടിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു, എല്ലാവർക്കും കൊടുത്തു. ഉള്ള ബന്ധങ്ങളൊക്കെ വഷളാവും ചെയ്തു. നമുക്ക് പണം വരുന്നോറും, വരവ് തുറന്നോറും ചെലവ് കൂടും. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോ, നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ ചെലവ് കുറയും. കാശ് വന്നാല നമ്മൾ പോട്ടെ, നിങ്ങളുടെ കാര്യം പോട്ടെ, ചില കുടിയന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാ? കാശ് വന്നാല് ഒടുക്കത്തെ കൂടി, കാശില്ലെങ്കിലാ മിണ്ടാടോട് തിരിഞ്ഞാണാം. അപ്പൊ നമുക്ക് ഈ പണം വരുന്നോറും ചെലവും കൂടും. മാത്രമല്ല, നിങ്ങൾക്ക് കൂടുതൽ സംഭരിക്കാം. നിങ്ങൾ വെക്കുമ്പോ അടുത്ത മാസത്തേക്ക് സേവ് ചെയ്യാന്ന് വെക്കും. അപ്പോഴത് ഏത് നോക്കണു, കാറിന്റെ കംപ്ലൈന്റ്, അത് സേവ് ചെയ്യാൻ വെച്ച കാശൊക്കെ അതേ പോയി. അല്ലെങ്കിൽ ഒരു തലച്ചിട്ടില് ഡോക്ടറെ കാണിച്ചു, ഒരു സ്കാൻ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, പക്ഷെ കാശൊക്കെ സ്കാനിങ്ങിൽ പോയിന്ന് മാത്രം. നമുക്ക് പണം വരുന്നോറും ഈ പ്രശ്നം. അത് എന്നും കടക്കാരനായിരിക്കാൻ നല്ലതാ. പണം കൂടുന്തോറും അതനുസരിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ. അപ്പം ഒന്നാമത്തെ കാര്യം ഈശോ പറയുന്നത് ധനമോഹത്തിന് ഒഴിഞ്ഞു മാറുക. രണ്ടാമത്തെ കാര്യം വിശുദ്ധിയിലും സത്യത്തിലും ദൈവത്തെ മുൻനിർത്തി ജീവിതം നയിക്കുക. ദൈവത്തെ മുൻനിർത്തിയിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തിന് സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മുടെ ജീവിതം നയിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ ഭോഷണ ധനികനെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ യുഗാന്ത്യത്തെക്കുറിച്ച്, മരണാന്തര ജീവിതത്തെ കുറിച്ചിട്ട് നിനക്കൊരു ബോധ്യം ഉണ്ടാവണം, ആനന്ദം കൊള്ളണം. മരണാന്തര ജീവിതത്തെ കുറിച്ചിട്ട് നിന്റെ മനസ്സിൽ സ്വപ്നം ഉണ്ടാകണം, ഒരു ആനന്ദം ഉണ്ടാവണം നിനക്ക്. നമ്മളെ ഈ ജീവിതമല്ല, അതിനപ്പുറത്ത് വേറെ ജീവിതമുണ്ട്. ആ ജീവിതം നമുക്ക് നയിക്കേണ്ടത്. ഈ ജീവിതത്തിലെ സുഖം അനുഭവിച്ച അവിടെ നമുക്ക് ആനന്ദം കുറയും, സന്തോഷം കുറയും. ഇവിടെ ദുഃഖവും ബുദ്ധിമുട്ടും അനുഭവിച്ചാല് അവിടെ ആനന്ദം കൂടും. അപ്പം അതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ഓർക്കാം. ധനമോഹത്തിന് ഒഴിഞ്ഞു നിൽക്കുക, വിശുദ്ധിയിലും സത്യത്തിലും ദൈവത്തെ മുൻനിർത്തി, സ്വർഗത്തെ മുൻനിർത്തി നമ്മുടെ ജീവിതം നയിക്കുക. മൂന്നാമതായിട്ട് മരണാന്തര ജീവിതത്തെ കുറിച്ചിട്ട് ആനന്ദത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക. ഈ 3 കാര്യങ്ങൾക്ക് ദൈവം നിങ്ങൾ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.